ദാരിദ്ര്യത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളുകളുടെയും സമ്പന്നതയുടെ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളുകളുടെയും ചിന്താഗതികളും ചിന്താരീതികളും വളരെയധികം അന്തരമുണ്ട്. മിക്ക കാര്യങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തിൻ്റെ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾ ചിന്തിക്കുന്നത് എനിക്കിത് താങ്ങാൻ കഴിയില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, എന്നെക്കൊണ്ടതിന് കഴിയില്ല എന്നിങ്ങനെയുള്ള രൂപത്തിലായിരിക്കും. എന്നാൽ സമ്പന്നമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരാൾ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ ഇത് താങ്ങാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും, ഏതെല്ലാം രൂപത്തിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്ന രൂപത്തിലുള്ള ചിന്തകളായിരിക്കും. ഈ രൂപത്തിൽ ചിന്തിക്കുന്നതോടുകൂടി അയാളുടെ തലച്ചോർ പ്രവർത്തിക്കാൻ തുടങ്ങും. അയാൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയും. അതേസമയം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുടെ തലച്ചോർ ആ വിഷയവുമായുള്ള ആലോചനകൾ നിർത്തിവെക്കുന്നു. എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല എന്ന് യാന്ത്രികമായി പറയുന്നത് മടിയുടെ സൂചനയായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതേസമയം ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ, നമ്മുടെ തലച്ചോറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോ, ഓരോ ദിവസവും നമ്മുടെ തലച്ചോറിൻ്റെയും ചിന്തകളുടെയും ശക്തി വർദ്ധിക്കുകയും അതെത്രമാത്രം ശക്തി പ്രാപിക്കുന്നോ അത്രയും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. റോബർട്ട് കിയോസാക്കിയുടെ അനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ 2 പിതാക്കൾ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്ന ദാരിദ്ര്യത്തിൻ്റെയും സമ്പന്നതയുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇതൊക്കെയായിരുന്നു. ഒരു പിതാവ് നിർദ്ദേശിച്ചു, നന്നായി പഠിക്കുക, അതുകൊണ്ട് ഒരു നല്ല കമ്പനിയിൽ നല്ല ജോലി നിങ്ങൾക്ക് കണ്ടെത്താം. എന്നാൽ മറ്റേയാളുടെ നിർദ്ദേശം മറിച്ചായിരുന്നു, നന്നായി പഠിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു നല്ല കമ്പനി കണ്ടെത്താം. ദരിദ്രനായ പിതാവ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ പണക്കാരനാകാത്തത്. ധനികനായ പിതാവ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കുട്ടികളായുള്ളതുകൊണ്ട് ഞാൻ പണക്കാരനായേ തീരൂ. ഭക്ഷണ സമയത്തും തീന്മേശകളിലും പണത്തെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും സംസാരിക്കുന്നത് ഒരാൾ നിരുത്സാഹപ്പെടുത്തി പണമെന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, പണം സൂക്ഷിച്ച് ഉപയോഗിക്കണം, റിസ്ക് എടുക്കരുത്. എന്നാൽ സമ്പന്ന രക്ഷിതാവിൻ്റെ അഭിപ്രായം, റിസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കുക എന്നതായിരുന്നു. അതേപോലെ നമ്മുടെ വീടാണ് നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപവും ആസ്തിയും എന്ന് ദരിദ്രനായ പിതാവ് വിശ്വസിച്ചു. പക്ഷേ നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിലും വലിയ ബാധ്യതയിലുമാണെന്നായിരുന്നു സമ്പന്നനായ പിതാവിൻ്റെ വിശ്വാസം. നമ്മെയും നമ്മുടെ ആവശ്യങ്ങളെയും ഏതെങ്കിലും കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ പരിരക്ഷിക്കുമെന്ന് ഒരു പിതാവ് വിശ്വസിച്ചു. അത് കാരണമായി ശമ്പള വർധന, റിട്ടയർമെൻറ്റ്, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, രോഗചികിത്സാ വിധി, അവധി ദിനങ്ങൾ, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം പലപ്പോഴും വളരെയധികം അസ്വസ്ഥമായി. എന്നാൽ സമ്പൂർണ്ണ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലാണ് സമ്പന്നനായ പിതാവ് വിശ്വസിച്ചത്. അദ്ദേഹം ആനുകൂല്യങ്ങൾക്കെതിരായി കാത്തിരിക്കുന്ന മനോഭാവത്തിനെതിരെ സംസാരിച്ചു. ഈ ഒരു ചിന്താഗതിയാണ് ദുർബലരും സാമ്പത്തികമായി ദരിദ്രരുമായ ആളുകളെ സൃഷ്ടിക്കുന്നത് എന്നദ്ദേഹം തുറന്നു സംസാരിച്ചു. ദരിദ്രനായ പിതാവ് കുറച്ച് ഡോളറുകൾ സമ്പാദിക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ധനികനായ പിതാവ് അനായാസം സമ്പത്ത് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയും അവയെ നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു പിതാവ് നല്ല ഒരു ജോലി നേടാൻ എങ്ങനെ നല്ല ഒരു അപേക്ഷ തയ്യാറാക്കാമെന്നാണ് എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അടുത്ത പിതാവാകട്ടെ എന്നെ പഠിപ്പിച്ചത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമാറ് എങ്ങനെ ഒരു ബിസിനസ് സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കാം എന്നതായിരുന്നു. ഇവർ തമ്മിലുള്ള ഈ വ്യത്യസ്ത ചിന്താരീതി തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലും പലപ്പോഴും പ്രതിഫലിച്ചു കണ്ടത്. ഞാൻ ഒരിക്കലും ഒരു പണക്കാരനാകില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ദരിദ്രനായ പിതാവ് എപ്പോഴും പറയുമായിരുന്നു. ആ പ്രവചനം യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരുന്നു. നേരെ മറിച്ച് ധനികനായ പിതാവ് എപ്പോഴും തന്നെ സ്വയം ഒരു ധനികനായിട്ടായിരുന്നു കണ്ടത്. ഞാനൊരു പണക്കാരനാണ്, പണക്കാർ ഇങ്ങനെ ചെയ്യില്ല, ഇതേപോലെയാണ് അദ്ദേഹം സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത സാമ്പത്തിക പ്രയാസത്തിന് ശേഷം പാപ്പറായി പോയിട്ടും അദ്ദേഹം ഈ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദരിദ്രനാകുന്നതും പാപ്പറാകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാപ്പരത്വം താൽക്കാലികമാണ്, എന്നാൽ ദാരിദ്ര്യം ശാശ്വതമാണ്. വിദ്യാഭ്യാസം നേടുന്നതിനെ 2 പേരും വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അനുകൂലിക്കുകയും ചെയ്തു. അതുവഴി ഉന്നതമായ ഒരു ബിരുദവും നല്ല ഒരു ജോലിയും നേടി സമ്പാദിക്കാൻ വേണ്ടി ഉപദേശിച്ചപ്പോൾ ഒരിക്കലും പണത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ പണത്തെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു സമ്പന്ന പിതാവിൻ്റെ ഉപദേശം.